എല്ലാവർക്കും നമസ്കാരം. ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയെ ഇത്രയും കാലവും നല്ല അന്തസ്സായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ ശ്രുതി. ചന്ദ്രയായിട്ട് കണ്ടെത്തിക്കൊണ്ടുവന്ന ബന്ധമായതുകൊണ്ട് തന്നെ ചന്ദ്രമതി ശ്രുതി എന്ത് തെറ്റ് ചെയ്താലും അതൊന്നും പ്രത്യേകിച്ച് കാര്യമാക്കാറുമില്ല. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ശ്രുതിയെ അന്വേഷിച്ചുകൊണ്ട് ചന്ദ്രയുടെ വീട്ടിലേക്ക് ഒരു ലേഡി കടന്നു വരിക. അത്യാവശ്യം പ്രായം ചെന്ന ഒരു അമ്മയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ അവർ വന്നതും നമ്മുടെ ചന്ദ്രമതി വാതിലൊക്കെ തുറന്നു. അല്ല, ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. അത് ഞാൻ ഇവിടെ വന്നത് ഇവിടെ കല്യാണി താമസിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കല്യാണിയോ? കല്യാണി എന്ന് പറയുന്ന ആരും ഇവിടെ താമസിക്കുന്നില്ലല്ലോ. എൻ്റെ പേര് ചന്ദ്രമതി എന്നാണ്. എൻ്റെ വീടാ ഇതെന്ന് പറഞ്ഞ് ചന്ദ്ര അവരെ പറഞ്ഞയക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവർ പറഞ്ഞു, അല്ല, ഞാൻ വ്യക്തമായിട്ട് അന്വേഷിച്ചറിഞ്ഞായിരുന്നു. ഇവിടെ എൻ്റെ കല്യാണി മോള് താമസിക്കുന്നുണ്ടെന്നാ എനിക്ക് കിട്ടിയ വിവരം. കല്യാണി മോളെന്ന് പറയുന്നതല്ലാതെ ഇവിടെ അങ്ങനെ ഒരാളില്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളത് വിശ്വസിക്കാനും കൂട്ടാക്കുന്നില്ലല്ലോ. പിന്നെ ഞങ്ങളുടെ ഈ വീടിൻ്റെ പരിസരത്തൊന്നും ഈ പറഞ്ഞ രീതിയിലുള്ള പേരിലുള്ള ആരും തന്നെ ഇല്ലാന്നും ചന്ദ്ര പറയുകയാണ്. അതെ, എൻ്റെ മരുമോളാണ് ഈ പറയുന്ന കല്യാണി. അവള് എൻ്റെ മോൻ മരിച്ചതിന് ശേഷം അവളും അവളുടെ കുഞ്ഞും കൂടി താമസിക്കുന്നത് ഞങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു. അവിടെ നിന്നും അവളിപ്പം ഈ ഗ്രാമത്തിൽ ഇവിടെ വന്നാ താമസിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് എൻ്റെ മോൾ ഈ അഡ്രസ്സിലുണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് അവളെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അല്ലേ, ഇത് വലിയ കഷ്ടമായല്ലോ. നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പേരിൽ ഒരാൾ ഇവിടെ ഇല്ല. ഇവിടെ ഞാനും എൻ്റെ ഭർത്താവും പിന്നെ എൻ്റെ 3 മക്കളും അവരുടെ ഭാര്യമാരുമാണ് താമസിക്കുന്നത്. എന്തായാലും നിങ്ങൾ പറഞ്ഞ പേരിൽ ആരും തന്നെ എൻ്റെ അറിവിലില്ല എന്ന് പറഞ്ഞ് ചന്ദ്രമതി വാതിലടയ്ക്കാൻ തുടങ്ങിയതും വന്ന ആ അമ്മയുണ്ടല്ലോ, പുള്ളിക്കാരി അവരുടെ ആ ഒരു വീട്ടിലേക്ക് നോക്കിയതും നമ്മുടെ ശ്രുതിയുടെയും അതുപോലെ സുധിയുടെയും കല്യാണ ഫോട്ടോ കാണുക. ഇത് കണ്ട പാടെ തന്നെ ദാ ഇരിക്കുന്നതാ എൻ്റെ കല്യാണി മോള്. ഇതെന്താ ഈ കാണുന്നത്? എൻ്റെ കല്യാണി മോള് വേറെ വിവാഹം കഴിച്ചോ എന്ന് ചോദിച്ച് ആ അമ്മ അകത്തോട്ട് കയറി വരിക. അല്ലേ, ഇത് എന്ത് കഷ്ടമാണ് ഇത് കല്യാണിയൊന്നും അല്ല. അതെ, എൻ്റെ മരുമോളാ, എൻ്റെ ശ്രുതിയുടെ ഭാര്യ. അവളുടെ പേര് ശ്രുതി എന്നാണ്. അവൾ ഇവിടുത്തെ നല്ല ഒന്നാം തരം ഒരു ബ്യൂട്ടീഷ്യൻ ആണെന്ന് കൂടി ചന്ദ്രമതി പറയുക. ഈ നിൽക്കുന്ന മോളാ എൻ്റെ കല്യാണി മോള്. അങ്ങനെ കല്യാണി മോളെ കുറിച്ചിട്ടുള്ള സകല വിവരങ്ങളും ആ അമ്മ നമ്മുടെ ചന്ദ്രമതിയുടെ മുന്നിൽ വിളമ്പുക. ചന്ദ്രയ്ക്ക് ആദ്യം ഒന്നും ദഹിച്ചില്ല. എന്നാലും ഇവര് അവളുടെയും അതുപോലെ അവരുടെ മകന്റെയും വിവാഹ ഫോട്ടോ എടുത്ത് കാണിക്കുന്ന സമയത്ത് ശരിക്കും ചന്ദ്രയൊന്ന് ഞെട്ടി. ദേ, ഇത് കണ്ടോ? എൻ്റെ മോനും എൻ്റെ മരുമോളും അവരുടെ വിവാഹത്തിനെടുത്ത ഫോട്ടോയാ. ഇവർക്കൊരു കുഞ്ഞുണ്ട്. എൻ്റെ മോൻ മരിച്ചിട്ട് ഇപ്പൊ കുറച്ചധികം വർഷങ്ങളായി. അതുകൊണ്ട് എൻ്റെ മരുമോളെയും കുഞ്ഞിനെയും ഒക്കെ ഒന്ന് കാണണമെന്ന് തോന്നി. ഞാനിവിടെ വന്നത് തന്നെ ഇങ്ങനെ ഇവര് TV-യിൽ ഒരു പ്രോഗ്രാം ചെയ്തത് കണ്ടായിരുന്നു. അങ്ങനെയാ ഞാനിവിടെ എത്തിയതെന്ന് കൂടി നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് ആ അമ്മ സംസാരിക്കുക. ചന്ദ്രയാണെങ്കിലോ മൊത്തത്തിൽ ഇടിവെട്ടേറ്റതുപോലെ അവിടെ അങ്ങ് ഇരുന്നു. അതെ, ഞാൻ ഇങ്ങനെയൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി നിന്ന് തപ്പിക്കളിക്കാൻ തുടങ്ങി. അപ്പൊ തന്നെ ആ അമ്മയ്ക്ക് മനസ്സിലായി തൻ്റെ മരുമോള് തന്നെയാണ് ഈ വീട്ടിൽ കയറിയിരിക്കുന്നതെന്നും ഇവിടുത്തെ മോനെ കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും. ചന്ദ്രമതിയുടെ വെപ്രാളവും പരവേശവും ഒക്കെ കാണുമ്പോൾ ആ അമ്മ പറഞ്ഞു, അതെ, ഇനി ഞാൻ കൂടുതലൊന്നും അന്വേഷിക്കുന്നില്ല. ഈ കല്യാണിക്ക് എൻ്റെ മോനിലുണ്ടായ ഒരു കുഞ്ഞുണ്ട്, അവനെങ്കിലും എനിക്ക് കാണണം. അങ്ങനെയൊക്കെ അവർ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുക. ഈ സമയമാണെങ്കിൽ ഈശ്വര, ഇതെന്തൊക്കെയാ കേൾക്കുന്നത്? ശ്രുതിയെ കുറിച്ചിട്ടാണല്ലോ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടത്. വിവാഹ ഫോട്ടോ വരെ കണ്ടിരിക്കുന്നു. അവൾക്കൊരു കുഞ്ഞും കൂടി ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയുടെ കിളികളൊക്കെ പറന്നു പോവാണ്. അങ്ങനെ പേടിച്ച് വിറച്ചിരിക്കുക. താനായിട്ട് തേടി പിടിച്ചു കൊണ്ടുവന്നതാണല്ലോ ഈ വിവാഹബന്ധം. അതുകൊണ്ട് തന്നെ ഇനി ഈ വിവരം മറ്റാരോടും പറയാനും പറ്റില്ല. ചന്ദ്ര ടെൻഷൻ അടിച്ചു, വല്ലാണ്ട് ടെൻഷൻ അടിച്ച് അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് പതിവ് പോലെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മുടെ ശ്രുതി മടങ്ങി വരുന്നത്. എന്തായാലും ആ സ്ത്രീ പോയപ്പം ആ ഫോട്ടോ ഇവിടെ വെച്ചിട്ട് പോയത് നന്നായി. അങ്ങനെ ചന്ദ്രമതി ആ ഫോട്ടോയെ എടുത്ത് റൂമിൽ അങ്ങനെ ഇരിക്കുക. എന്താ ആൻറ്റി എന്താ ഇവിടെ ഇങ്ങനെ തനിയെ ഇരിക്കുന്നതെന്ന് ചോദിച്ച് ശ്രുതി നമ്മുടെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെല്ലുക. മോളിവിടെ ഒന്ന് വന്നേ, മോളോട് ആന്റിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ചന്ദ്രമതി വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ ശ്രുതിയെ പിടിച്ച് അവിടെ ഇരുത്തി. അതിനുശേഷം അവളോട് ചോദിച്ചു, അല്ല മോള് കുട്ടിക്കാലത്ത് എവിടെയായിരുന്നു എന്നാ പറഞ്ഞത്?
അതെന്താ ആന്റി, ആന്റി എന്നോട് ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നത്? ഞാൻ ഇതിനു മുന്നേ എല്ലാ കാര്യങ്ങളും ആന്റിയോട് വിശദമായിട്ട് പറഞ്ഞതല്ലേ? മോൾ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പാണോ? സത്യമാണോ എന്നൊക്കെ ചന്ദ്ര കുത്തി കുത്തി ചോദിച്ചതും ശ്രുതിയുടെ മനസ്സിൽ എന്തൊക്കെയോ ചില സംശയങ്ങൾ വരികയാണ്. ഇവരിനി വല്ലതുമൊക്കെ അറിഞ്ഞിട്ടാണോ ദൈവമേ ഇവരെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അങ്ങനെ നമ്മുടെ ശ്രുതി ഉരുണ്ട് കളി തുടങ്ങിയതും ചന്ദ്രമതി പറഞ്ഞു, മോളെ ഞാന് ഒരു കാര്യം ചോദിക്കട്ടെ, മോള് ഇതിനു മുന്നേ എന്തെങ്കിലും ഒരു റിലേഷനിലോ അല്ലെങ്കിൽ ഒരു വിവാഹത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ മോൾ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചന്ദ്ര ചോദിക്കുക. എന്റെ ആന്റി, ആന്റി എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ ശ്രുതിയെ കണ്ടതും ഇഷ്ടപ്പെട്ടതും ഒക്കെ ആന്റിക്ക് അറിയാവുന്ന കാര്യമല്ലേ? പിന്നെ ആന്റിക്ക് അറിയാലോ എൻ്റെ അച്ഛൻ മലേഷ്യയിലാണെന്നും അച്ഛനും ഞാനും തമ്മിലൊന്നും വലിയ കണക്ഷൻ ഇല്ലാന്നും ഒക്കെ. അല്ലാതെ എനിക്ക് മറ്റൊരു റിലേഷനോ മറ്റു ബന്ധങ്ങളോ ഒന്നും തന്നെ ഇല്ലാന്ന് ശ്രുതി അവിടെ വെച്ച് തർക്കിക്കുകയാണ്. ആ സമയമാണ് നമ്മുടെ ചന്ദ്രമതി കയ്യിൽ കരുതിയിരുന്ന ആ ആയുധം എടുത്ത് പ്രയോഗിക്കുന്നത്. അങ്ങനെ ശ്രുതിയും അതിനു മുന്നേ അവൾ വിവാഹം കഴിച്ച അയാളും കൂടി ഇരിക്കുന്ന ആ ഒരു ഫോട്ടോ ഇത് കണ്ടതും ശ്രുതി അങ്ങ് കിടുകിടാ വിറയ്ക്കാൻ തുടങ്ങി. എന്തൊക്കെയാണ് ആന്റിക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ആലോചിച്ച് ശ്രുതി ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ചന്ദ്ര പറഞ്ഞു, മോളെ നിന്നെ പറ്റി എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. നീ ഇപ്പോഴും എന്നെ കളവ് പറഞ്ഞു പറ്റിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇമോഷണലായിട്ട് സംസാരിക്കുന്ന സമയത്ത് ശ്രുതിയാണെങ്കിലോ, ആന്റി എന്നോട് ക്ഷമിക്കണം, എനിക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ എന്നെ ഒരു 10-17 വയസ്സായ സമയത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടതാ. ഇയാളാണെങ്കിലോ മുഴുക്കുടിയനായിരുന്നു. അങ്ങനെ എനിക്ക് അതിലൊരു കുഞ്ഞുണ്ട് എന്നുള്ള സത്യം നമ്മുടെ ശ്രുതി ഇതാ പറയാണ്. അപ്പൊ ഇത് കേട്ടതും ചന്ദ്രമതി ആണെങ്കിൽ ശരിക്കും അങ്ങ് ഞെട്ടി കേട്ടോ. ഇവളുടെ വായിന്ന് തന്നെ സത്യങ്ങൾ മുഴുവനും അറിയുന്ന സ്ഥിതിക്ക് ചന്ദ്രയ്ക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറം തന്നെയായിരുന്നു. അങ്ങനെ ചന്ദ്രമതിയുടെ കാലിൽ കെട്ടി വീണ് ശ്രുതി മാപ്പ് ചോദിക്കുക. ആന്റി, ഒരു കാരണം വെച്ചാലും എൻ്റെ ശ്രുതി ഈ വിവരങ്ങളൊന്നും അറിയരുത്. അവൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അവൻ എന്നെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് ഞാൻ അവനെയും തിരിച്ച് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആന്റി ദയവ് ചെയ്ത് ഇതൊന്നും ശ്രുതിയോട് പറയരുത്, എൻ്റെ ജീവിതം തകർക്കരുത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയുടെ കാൽക്കൽ വീണ് കരയാണ് നമ്മുടെ ശ്രുതി. അങ്ങനെ താനായി കൊണ്ടുവന്ന ബന്ധമായതുകൊണ്ട് തന്നെ അവള് ആ ഒരു കാര്യം അങ്ങ് സമ്മതിക്കുക. എന്തായാലും എൻ്റെ വായിന്നൊരിക്കലും ഇത് പുറത്തു പോവില്ല.